തുടർ പഠനങ്ങളോ ആവശ്യമായ സംരക്ഷണമോ ഇല്ലാതെ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം ഏറെ പ്രത്യേകതകളും ചരിത്ര പ്രാധാന്യവുമുള്ള തടാകത്തിനായി വിവിധ പദ്ധതികൾ അവതരിപ്പിച്ചിരുന്നുവെങ്കിലും പലതും പ്രായോഗികമായില്ല. തടാകത്തിൽ ഇക്കോ ടൂറിസത്തിന്റെ അനന്തമായ സാധ്യതകൾ തിരിച്ചറിയണമെന്നും ഗവേഷണ കേന്ദ്രം വേണം എന്നതുമാണ് ഉയരുന്ന ആവശ്യം. കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് അതിമനോഹരമായ ശാസ്താംകോട്ട തടാകമുള്ളത്. കേരളത്തിലെ 3 റാംസർ സൈറ്റുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണിത്. ചുറ്റും പ്രകൃതി രമണീയമായ ശാസ്താംകോട്ട ക്ഷേത്രമുള്ളതും ഈ തടാകത്തിനടുത്താണ്. ചുറ്റിവളഞ്ഞുകിടക്കുന്ന തടാകത്തിലെ ശുദ്ധജലത്തിന് ഏറെ പ്രത്യേകതകളുണ്ട്. ഉപ്പോ മറ്റ് ധാതുക്കളോ ലോഹങ്ങളോ ജലത്തിൽ അടങ്ങിയിട്ടില്ല. കൊല്ലം ജില്ലയിലെ വിവിധയിടങ്ങളിലായുള്ള കുടിവെള്ള പദ്ധതികൾക്കായി തടാകത്തിൽ നിന്നും ജലമെടുക്കുന്നുണ്ട്. എന്നാൽ അത്യപൂർവമായ തടാകത്തെക്കുറിച്ചുള്ള തുടർ പഠനങ്ങൾ നടന്നില്ല എന്നതാണ് തടാക സംരക്ഷണ സമിതി വ്യക്തമാക്കുന്നത്. ഉത്കപതനം മൂലമോ ഭൂകമ്പം മൂലമോ ആണ് ജലസ്രോതസ് ഉണ്ടായതെന്ന സംശയങ്ങളുണ്ട്. ചരിത്രാതീത കാലം മുതലുള്ള ഒരുപാട് തെളിവുകൾ തടാകത്തിൽ അവശേഷിക്കുന്നു. ഉൽക്കാപതനത്തിലൂടെ അതല്ലെങ്കിൽ ഭൂകമ്പം മൂലം ഉണ്ടായ ഒരു ജലസ്രോതസ്സാണ് എന്നുള്ളതിൻ്റെ ചുറ്റും കുറേ മുട്ടക്കുന്നുകൾ, അതിൻ്റെ നടുക്ക് ഒരു 20 കിലോമീറ്റർ തീരനീളമുള്ള ഒരു തടാകം. അത് പ്രത്യേക ഒരു ഒരു വൃത്തമോ ചതുരമോ ഒന്നുമല്ല, ചുറ്റി വളഞ്ഞു കിടക്കുകയാണ്. 3 പഞ്ചായത്തുകളിലായി ചുറ്റി വളഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ ശരിക്കും അത്, എന്നാൽ ഇതിൻ്റെ പ്രത്യേകത, ഇവിടുത്തെ ജലത്തിന് ചില പ്രത്യേകതയുണ്ട്. ഈ കുളവാഴ പോലുള്ള പായലുകൾ വളരുന്നില്ല, ചില പ്രത്യേക ഇതുള്ളതാണ്. ഇതിൽ വീഴുന്ന മാലിന്യങ്ങളെ അടിയിച്ച് കളയുന്ന ചില പ്രത്യേകതകളുണ്ട്. പക്ഷെ നമ്മൾ ആവശ്യപ്പെടുന്നത് ഇങ്ങനെയുള്ള ഈ തടാകത്തിൻ്റെ ഈ അത്യപൂർവമായ ജലത്തെപ്പറ്റി നിങ്ങൾ എന്ത് പഠനം നടത്തി എന്നുള്ള ആധികാരം ഇത് എടുത്തുകൊണ്ട് പോകുന്നു, ചൂഷണം ചെയ്ത് ഉപയോഗിക്കുന്നു. 1971 തടാകതീരം കുഴിച്ചപ്പോൾ അസാധാരണ വലിപ്പമുള്ള ഒരു മനുഷ്യന്റെ തലയോട് കിട്ടിയതായും വിവരമുണ്ട്. 1982 തടാക ദുരന്തത്തിൽ കടത്തുവെള്ളം മുങ്ങി മരിച്ചവരുടെ ശരീരം കണ്ടെത്താൻ മുങ്ങിത്തപ്പിയ നേവി വിദഗ്ധർ അടിത്തട്ടിലെ ഐസ് കോൾഡ് ക്യാവിറ്റീസിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഒരു വൈദേശിക യാത്രാ വിവരണ ഗ്രന്ഥമായ ജോർനാഡ എന്ന ഗ്രന്ഥത്തിൽ ശാസ്താംകോട്ട തടാകത്തെക്കുറിച്ച് പരാമർശിക്കുന്നു. പോർച്ചുഗീസുകാർ ഈ പ്രദേശത്തെ ആക്രമിച്ചതായാണ് ഗ്രന്ഥത്തിൽ പറയുന്നത്. തടാകത്തിൽ നിന്ന് ക്ഷേത്ര സംബന്ധമായ വസ്തുക്കളും ചൈനീസ് നാണയങ്ങളും ഉൾപ്പെടെ കണ്ടെത്തിയിട്ടുണ്ട്. 1982 വള്ളം അപകടത്തിൽ ഒരുപാട് പേര് മരിച്ച സമയത്ത് അവരുടെ ബോഡി റിക്കവർ ചെയ്യാൻ വേണ്ടി നേവിയുടെ മുങ്ങൽ വിദഗ്ധരെത്തിയപ്പോൾ അവരിതിൻ്റെ നടുക്ക് മുങ്ങിത്തപ്പിയപ്പോൾ ഐസ് കോൾഡ് കാവിറ്റീസ് കണ്ടു. ഒരുപാട് ഗുഹ പോലെ തണുത്തുറഞ്ഞു കിടക്കുന്ന സ്ഥലമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ജോർനാഡ എന്ന് പറയുന്ന ഒരു വൈദേശിക യാത്രാവിവരണ ഗ്രന്ഥത്തിൽ പോർട്ടുഗീസുകാർ ശാസ്താംകോട്ട കല്ലട മേഖലകൾ ആക്രമിച്ചതിനെപ്പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ടാവാം ഇവിടെ ഒരു 2013 ഇവിടെ വെട്ടോലിക്കടവിൽ ഈ നമ്മൾ നിൽക്കുന്ന കടവിൻ്റെ ഇവിടെ വെള്ളം പറ്റിയപ്പോൾ കുറേയധികം വിളക്കുകൾ, പൂജാ വസ്തുക്കൾ, പൂജാപാത്രങ്ങളൊക്കെ തീ കത്തിയ നിലയിൽ കണ്ടെത്തിയിട്ടുണ്ട് ചെളിക്കകത്തുനിന്ന്. അത് എടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കുറേയധികം ചൈനീസ് നാണയങ്ങൾ കിട്ടി. അത് ഈ ഭണ്ഡാരത്തിലിട്ടിരുന്ന പോലെ. അത് പിന്നീട് അത് സർക്കാരിൻ്റെ അധികൃതർ, ആർക്കിയോളജി വകുപ്പുകാർ കൊണ്ടുപോയിട്ടത് സംഗ് ഡൈനാസ്റ്റിയുടെ കാലത്തെ ആണെന്ന് കണ്ടെത്തി. ചരിത്രപരമായ കാര്യങ്ങൾ കൂടുതൽ പഠനത്തിന് വിധേയമാക്കാൻ ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിക്കണമെന്നും ഇക്കോ ടൂറിസത്തിന്റെ സാധ്യതകൾ തിരിച്ചറിയുകയും ഒരു പുതിയ ജലപദ്ധതി കൊണ്ടുവരണമെന്നതുമാണ് തടാക സംരക്ഷണ സമിതി ആവശ്യപ്പെടുന്നത്. ജലചൂഷണം മാത്രമാകുമ്പോൾ തടാകത്തിന്റെ നിലനിൽപ്പിനെ സംബന്ധിച്ചുള്ള ആശങ്കയുമുണ്ട്. അധികാരികൾക്കും കൂടെ ഇത് വേണം, നാട്ടുകാർക്ക് ഇതിൻ്റെ ശുദ്ധത സംരക്ഷിക്കണമെന്നുള്ള ഒരു ബോധ്യം അവർക്കും കൂടെ വരത്തക്ക രീതിയിൽ എന്തെങ്കിലും ഒരു വലിയ പദ്ധതി വരണം എന്നുള്ളതാണ് ഞങ്ങൾ തടാക സംരക്ഷണ സമിതി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. കാര്യം ഇതിങ്ങനെ സംരക്ഷിക്കുന്നതിന് ഇക്കോ ടൂറിസം പോലെ ഒരു ഉത്തരവാദിത്ത ടൂറിസം, അങ്ങനെ ഒരു പദ്ധതി വരണം. അങ്ങനെ അതിൽ കൂടി ഈ തടാകത്തെ സംരക്ഷിക്കണം. ശാസ്താംകോട്ട തടാകത്തിനായി വിവിധ ഫണ്ടുകൾ അനുവദിച്ചെങ്കിലും അത് കൃത്യമായ രീതിയിൽ വിനിയോഗിക്കപ്പെടുന്നില്ല. ഇതിനൊരു പരിഹാരം വേണമെന്നതാണ് തടാക സംരക്ഷണ സമിതി മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ജനം, കൊല്ലം.